And next question is, a uniform ladder 4 meter long weighs 200 Newton. It is placed against a wall making an angle of 60 degree with the floor. The coefficient of friction between the wall and the ladder is 0.25 and between ground and ladder is 0.35. So, a uniform ladder that its length is 4 meter. Okay, and weight that is 200 Newton. And it is making an angle 60 degree. Floor ladder making an angle on 60 degree. Okay, and coefficient of friction mu w and mu f. Okay, the ground ladder തമ്മിലുള്ള mu f അതുപോലെ wallum ladder തമ്മിലുള്ള mu w. Okay, ഈ രണ്ട് വാല്യൂസും തന്നിട്ടുണ്ട്. Again, the ladder in addition to its own weight has to support a man of 1000 Newton at the top. ഓക്കെ, സോ ഒരു 1000 ന്യൂട്ടൺ ഉള്ള ഒരു മാൻ ലാഡറിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് മാൻ്റെ ഫോഴ്സ് വെയ്റ്റും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. നൗ കാൽക്കുലേറ്റ് ദി ഹൊറിസോണ്ടൽ ഫോഴ്സ് പി ടു ബി അപ്ലൈഡ് ടു ദി ലാഡർ അറ്റ് ദി ഗ്രൗണ്ട് ലെവൽ. സോ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് പി. ഓക്കെ, അതായത് ഇപ്പോൾ ലാഡർ ഇങ്ങനെ പ്ലേസ് ചെയ്തേക്കുവാണെങ്കിൽ ഈ ലാഡറിനെ സ്ലിപ്പാകാതിരിക്കാൻ ഇങ്ങനെ ഓക്കെ നമ്മൾ അതിലേക്ക് ലാഡർ സ്ലിപ്പാകാതിരിക്കാനായിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് ലാഡറിലേക്ക്. ഓക്കെ, സോ ആ ഹൊറിസോണ്ടൽ ഫോഴ്സാണ് പി. സോ ഈ പിയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ലാഡർ സ്ലിപ്പാകാതിരിക്കുക എന്ന് വെച്ചാൽ എന്താ, ലാഡർ ഷുഡ് ബി ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, ലാഡർ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ അറസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന അതിനെയാണ് സ്ലിപ്പിംഗ് പ്രിവെൻറ്റിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു ലാഡർ ഇരിക്കുന്നെങ്കിൽ അത് സ്ലിപ്പ് ആകുന്നില്ല എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഇസ് ഇൻ ഇക്വിലിബ്രിയം. Okay, so equilibrium condition applied to that we can find the value for P. Again, if the force P is not applied, then what should be the minimum inclination of the ladder with the horizontal so that it does not slip with the man at the top? Okay, അപ്പോൾ ഇനി പി എന്നൊരു ഫോഴ്സ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സപ്പോർട്ടിംഗ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ലാഡറിലേക്ക് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ ലാഡർ ഏത് ഇൻക്ലിനേഷനിൽ വെച്ചാലാണ് നമുക്ക് ഓക്കെ ലാഡർ സ്ലിപ്പാകാതെ ആ മാനിനെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിർത്താൻ ലാഡറിന് പറ്റുക. സോ അഗെയിൻ ഇവിടെ ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള ഇൻക്ലിനേഷൻ, മിനിമം ഇൻക്ലിനേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് സീ. സോ ഗിവൺ ഡേറ്റയൊക്കെ നിങ്ങൾ ഫസ്റ്റ് എഴുതുക. ലെങ്ത് ഓഫ് ലാഡർ, വെയ്റ്റ് ഓഫ് ലാഡർ, ഓക്കെ mu w mu f, ഇൻക്ലിനേഷൻ ഓഫ് ദി ലാഡർ വിത്ത് ദ ഫ്ലോർ 60 ഡിഗ്രി, ദെൻ ലോഡ് അറ്റ് ദി ടോപ്പ് 1000 ന്യൂട്ടൺ. സോ ഇങ്ങനെ ഒരു വോൾ ആൻഡ് ഫ്ലോറിലേക്ക് പ്ലേസ് ചെയ്തിട്ട് ഒരു ലാഡർ വെച്ചേക്കാണ്. ഓക്കെ, സോ ലാഡറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ദറ്റ് ഇസ് റിയാക്ഷൻ ആർ ഡബ്ല്യു, ദറ്റ് ഇസ് റിയാക്ഷൻ ഫ്രം വോൾ, ദെൻ റിയാക്ഷൻ ഫ്രം ഫ്ലോർ ആർ എഫ്. ഓക്കെ, ദെൻ ഇവിടെ ഇതിൻ്റെ വെയ്റ്റ് അത് സെൻറ്ററിൽ തന്നെയാണ്. ഓക്കെ, സോ ഇത് 4 മീറ്റർ ആണ് ലെങ്ത് എങ്കിൽ ഇവിടുന്ന് 2 മീറ്റർ. ഓക്കെ, 2 മീറ്ററിൽ സോ ദിസ് ആൻഡ് ദിസ് ഇസ് 2 മീറ്റർ ഈച്ച്. ഓക്കെ, സോ സെൻറ്ററിൽ നിന്നാണ് വെയ്റ്റ് ആക്ട് ചെയ്യുന്നത്. അഗെയിൻ 1000 ന്യൂട്ടൺ, ഒരു മാൻ 1000 ന്യൂട്ടൺ വെയ്റ്റ് ഉള്ള മാൻ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, സോ അങ്ങനെയാണ് ഈ വാല്യൂസൊക്കെ കിട്ടുന്നത്. അഗെയിൻ ഇതിലുള്ള മ്യൂ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇവിടെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ mu r w ആൻഡ് വെയർ ഇറ്റ് ഈസ് ആക്ടിങ്. ഓക്കെ, നമ്മൾ ലാഡർ ഫ്രിക്ഷൻ പഠിച്ചായിരുന്നു. ലാഡർ ഫ്രിക്ഷനിൽ എന്താ നമ്മൾ പറഞ്ഞത്, അതായത് ഈ ലാഡർ എങ്ങോട്ടേക്കായിരിക്കും സ്ലിപ്പാകുന്നത്, ഇങ്ങനെയായിരിക്കും സ്ലിപ്പാകുന്നത് അല്ലേ. അതായത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ആയിരിക്കും സ്ലിപ്പാകുന്ന ആ മോഷൻ. അതേപോലെ ഇവിടെ നിന്ന് ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഡൗൺവേർഡ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇത് ഇങ്ങോട്ടാണ് സ്ലിപ്പാകുന്നതെങ്കിൽ, ഓക്കെ വോളിൽ നിന്ന് താഴേക്കാണ് സ്ലിപ്പാകുന്നതെങ്കിൽ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, അപ്വേർഡ്. സോ ദാറ്റ് ഈസ് 0.25 RW ആക്ടിങ് അപ്വേർഡ്സ്. ആൻഡ് ഇവിടെ എങ്ങനെയാണ്, ഗ്രൗണ്ടിൽ ഇറ്റ് ഈസ് സ്ലിപ്പിംഗ് leftwards, so friction force will be on the right. Clear? So അങ്ങനെയാണ് നമ്മൾ ഈ mu rw, ഓക്കെ mu rw ആൻഡ് 0.35 rf ഇത് രണ്ടും ഡയറക്ഷൻ മാർക്ക് ചെയ്യേണ്ടത്. ഇനി അഗെയിൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വി ഹാവ് ടു ഫൈൻഡ് ദി ഹൊറിസോണ്ടൽ ഫോഴ്സ് പി ടു പ്രിവെൻറ്റ് സ്ലിപ്പിംഗ്. അപ്പോൾ ഇങ്ങനെ ഒരു ലാഡർ ഇരിക്കുകയാണ്. ഈ ലാഡറിൽ ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു ഹൊറിസോണ്ടൽ സപ്പോർട്ട് കൊടുക്കുകയാണ്. ഓക്കെ പി. സോ അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദ ലാഡർ it prevents the slipping of the ladder. Okay, that means the ladder will be in equilibrium condition. So let's see. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ലാഡറിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് 3 കണ്ടീഷൻസ് ആണ്.
that is sigma fx equal to 0, sigma fy equal to 0 and sigma m, that is moment about any point that is 0. Okay. So equilibrium condition of the ladder about sigma fx equal to 0. So horizontal forces P, okay, then 0.35 RF and RW. So these three forces are horizontally act and our direction mark. Okay, that is right angle positive, left angle negative. So angane these values gettunnathu. So ingane first equation gettum. Again sigma fy 0 ആയിട്ട് equate ചെയ്യാൻ നേരത്ത് y direction like vertical direction act ചെയ്യുന്ന forces എടുക്കുക, that is 1000, 0.25 RW, 200 Newton and RF. Okay, so നമുക്ക് vertical forces കിട്ടി. ഈ vertical forces sign convention apply ചെയ്യുക, അതായത് upward ആണെങ്കിൽ positive, downward ആണെങ്കിൽ negative. So ആ sign convention apply ചെയ്ത് we can write the equation like this. Okay, we can form an equation in this manner. So equation 2. Again, അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടി അല്ലേ, ആർ എഫിൻ്റെയും ആർ ഡബ്ല്യുവിൻ്റെയും ആൻഡ് പിൻ്റെയും രണ്ട് ഇക്വേഷൻസ് കിട്ടി. സോ നമുക്കിവിടെ എത്ര അൺനോൺസ് ഉള്ളത്? 3 അൺനോൺസ് ഉണ്ട്, പി, ആർ എഫ് ആൻഡ് ആർ ഡബ്ല്യു. അതുകൊണ്ട് ഒരു ഇക്വേഷൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 3 അൺനോൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ തേർഡ് ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ എം ഇസ് ഈക്വൽ ടു 0. സോ മൊമെൻ്റ് അബൌട്ട് എയ്ക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് എടുക്കുക. ഓക്കെ, സോ ദിസ് പോയിൻ്റ് ഇത് നിങ്ങൾ എ ആയിട്ടും ഇത് ബി ആയിട്ടും മാർക്ക് ചെയ്യുക. സോ എയ്ക്ക് അബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കുക, ഈ പോയിൻറ്റിന് അബൌട്ടായിട്ട്. സോ ഈ പോയിൻറ്റിന് അബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കാൻ നേരത്ത് നമുക്കറിയാം ഈ 3 ഫോഴ്സസ്, അതായത് ഇതിലേക്ക് ഓക്കെ ഈ ഒരു പോയിൻറ്റിന് എലോങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഒക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുക. കാരണം ദാറ്റ് ഫോഴ്സ് ഇൻ ടു ഡിസ്റ്റൻസ് എപ്പോഴും 0 ആയിരിക്കും ആ സെയിം പോയിൻറ്റിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട്. സോ അതിൻ്റെ മൊമെൻ്റ് എന്തായാലും 0 ആയിട്ടേ വരുള്ളൂ. അതുകൊണ്ട് ഈ പോയിൻറ്റിൽ നമ്മൾ ഏത് പോയിൻറ്റിലേക്കാണോ മൊമെൻ്റ് എടുക്കുന്നത് ആ പോയിൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഓക്കെ പി, then 0.35 RF ഇത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. സോ ദിസ് 3 ഫോഴ്സസ് വിൽ ബി ഇഗ്നോർഡ്. അഗെയിൻ ഏതൊക്കെ ഫോഴ്സസ് ആണ് ബാക്കിയുള്ളത്? ദിസ് 1000, 200, 0.25 RW and RW. ഓക്കെ, സോ ടേക്കിംഗ് മൊമെൻ്റ് അബൌട്ട് എ, ആദ്യം 200 ഇൻറ്റു 200ൻ്റെ വേർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഓക്കെ, സോ 200 ആണ് ഫോഴ്സ് അല്ലേ. ഈ ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വേർട്ടിക്കൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ദിസ് വൺ. ഓക്കെ, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, റൈറ്റ്. സോ ആ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയാം 2 മീറ്റർ ആണെന്ന്. ഓക്കെ, ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 2 cos 60 ഡിഗ്രി അല്ലേ. ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. സോ 2 cos 60. സോ 200 ഇൻറ്റു 2 cos 60 ആൻഡ് 200 ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. സോ ഇങ്ങനെ ആക്ട് ചെയ്യാൻ നേരത്ത് ഇത് എങ്ങോട്ടേക്കായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്, റൈറ്റ്. ദറ്റ് ഈസ് ക്ലോക്ക് വൈസ് അല്ലേ. ഇങ്ങനെയല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഹിയർ വി ആർ ടേക്കിംഗ് ഇറ്റ് ആസ് പോസിറ്റീവ്. ക്ലിയർ? സോ 200 ഇൻറ്റു 2 cos 60. അഗെയിൻ 1000 ഈസ് ഓൾസോ ക്ലോക്ക് വൈസിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഇത്രയും ഡിസ്റ്റൻസ് വരും അല്ലേ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ദറ്റ് ഈസ് 4 cos 60. ഈ ഇത്രയും ഡിസ്റ്റൻസ് 4 ആണ്. സോ 4 ഇൻറ്റു cos 60. Okay, so 1000 into 4 cos 60, that 2 is positive. And again next RW. Okay, sorry, 0.25 RW. So 0.25 RW എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ആവുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ മൈനസ് ആൻഡ് ഡിസ്റ്റൻസ് അഗെയിൻ ഈ ഡിസ്റ്റൻസ് ആണ് ഇതിൻ്റെ പെർപെൻഡിക്കുലർ, ഈ ഒരു ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, 4 cos 60. അഗെയിൻ നെക്സ്റ്റ് ഇസ് RW ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. സോ ദിസ് ഇസ് RW. സോ RW ഈ ഒരു പോയിൻറ്റിന് അബൌട്ടായിട്ട് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഇങ്ങനെ. സോ RW ഈസ് ഓൾസോ ആൻറ്റി ക്ലോക്ക് വൈസ്. സോ നെഗറ്റീവ്. സോ നെഗറ്റീവ് RW ഇൻറ്റു 4 sin 60. ഓക്കെ, RW ഇങ്ങനെയാണ്. ആൻഡ് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇത്. ഓക്കെ, സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 4 sin 60. സോ ഈ ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്യുക. ഈ ഇക്വേഷനിൽ നമുക്കറിയാം RW മാത്രമാണ് അൺനോൺ ആയിട്ടുള്ളത്. സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നേരത്ത് വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഫോർ RW. ഓക്കെ, RWൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക, RFൻ്റെ വാല്യൂ കിട്ടും. അഗെയിൻ ഇഫ് വി ആർ നോയിങ് ദ വാല്യൂ ഫോർ RF ആൻഡ് RW, അത് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഫോർ P. Okay, so from equation 2 we can find what? RF, and from equation 1 we can find, okay, substituting the value for RF and RW we can find the value for P. Clear?
അഗെയിൻ അപ്പോൾ നമുക്ക് പിയുടെ വാല്യൂ കിട്ടി. ഇനി സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു? വി ഹാവ് ടു ഫൈൻഡ് ദി പി ഇല്ല എങ്കിൽ, പി എന്നൊരു അപ്ലൈഡ് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ ഏതൊരു ആംഗിളിൽ നമ്മൾ ഈ ഒരു ലാഡർ പ്ലേസ് ചെയ്താലാണ് ഇത് ഇക്വിലിബ്രിയത്തിലാവുന്നതെന്ന്. ഓക്കെ, സോ ആംഗിൾ നമുക്ക് തീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, അഗെയിൻ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യുക അണ്ടർ വൺ കണ്ടീഷൻ ദാറ്റ് ഈ ഒരു ഫോഴ്സ് അവിടെ ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, സോ ഹിയർ ഓൾസോ സിമിലർ ആയിട്ടുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എം ഈക്വൽ ടു 0. സോ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയാൻ നേരത്ത് എക്സ് ഡയറക്ഷനിലെ ഫോഴ്സസ് ഏതൊക്കെയാണ്? 0.35 ആർ എഫ് ആൻഡ് ആർ ഡബ്ല്യു, രണ്ട് ഫോഴ്സസേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആർ ഡബ്ല്യു ആൻഡ് ആർ എഫ് തമ്മിലുള്ളൊരു റിലേഷൻ കിട്ടും. അഗെയിൻ സിഗ്മ എഫ് വൈ. ഓക്കെ, സോ സിഗ്മ എഫ് വൈ എന്ന് പറയുമ്പോൾ വേർട്ടിക്കൽ ഫോഴ്സസ് എടുക്കുക. അപ്പോൾ 4 വേർട്ടിക്കൽ ഫോഴ്സസ് ആണുള്ളത്. ഓക്കെ, സോ വേർട്ടിക്കൽ ഫോഴ്സസ് എടുക്കുക. സോ ഫ്രം ദർ വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഫോർ ആർ എഫ്. ഓക്കെ, സോ ഇത് ആർ എഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് ഇവിടെ ഇപ്പം നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് എന്താ? വേർട്ടിക്കൽ ഫോഴ്സസിൽ ആർ എഫ് ആണ് അല്ലേ? ആർ എഫും ആർ ഡബ്ല്യുവിനും വേറൊരു ഇക്വേഷൻ കൂടെ കിട്ടി. ആൻഡ് വി ഹാവ് 2 unknowns and 2 equations. So അത് രണ്ടും സോൾവ് ചെയ്യുക. വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഫോർ ആർ എഫ് ആൻഡ് ആർ ഡബ്ല്യു. ഓക്കെ, അഗെയിൻ നമുക്ക് ഏത് വാല്യൂ കിട്ടേണ്ടത്? തീറ്റയുടെ വാല്യൂ ആണ് കിട്ടേണ്ടത്. സോ ടേക്കിംഗ് മൊമെൻറ്റ് എബൌട്ട് എയിൽ മൊമെൻറ്റ് എടുക്കാൻ നേരത്ത് ഈ ഫോഴ്സും എയിൽ ആക്ട് ചെയ്യുന്ന എക്ക് ലോങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഒരു ഫോഴ്സും ആർ എഫും നമ്മൾ ഇഗ്നോർ ചെയ്യും. ബിക്കോസ് ഫോഴ്സ് ഇൻ ടു ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് 0, സോ മൊമെൻറ്റ് വിൽ ഓൾസോ ബി 0. അതുകൊണ്ട് ഇത് ഇഗ്നോർ ചെയ്യുക. അഗെയിൻ വാട്ട് ആർ ദി ഫോഴ്സസ് വിച്ച് വി ഹാവ് ടു കൺസിഡർ? 200 Newton, 1000 Newton RW and 0.25 RW. ഓക്കെ, സോ 200 ഇൻറ്റു നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ക്ലോക്ക് വൈസ് ആയിരിക്കും, 1000 ക്ലോക്ക് വൈസ് ആയിരിക്കും, ഇത് രണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, സോ 200 ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 2 cos 60. 60 അല്ല, ഇവിടെ നമുക്ക് തീറ്റയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, 200 ഇൻറ്റു 2 cos തീറ്റ, 1000 ഇൻറ്റു 4 cos തീറ്റ, again minus 0.25 RW into this distance, that is 4 cos theta. Okay, again RW into 4 sin theta, that is negative. Okay, അപ്പോൾ ഇവിടെ നമുക്ക് തീറ്റയാണ് അൺനോൺ ആയിട്ടുള്ളത്. ആർ ഡബ്ല്യുവിൻ്റെ വാല്യൂ ഓൾറെഡി വി ഹാവ് ഫൗണ്ട്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ആൻഡ് വി ഗെറ്റ് ദ വാല്യൂ ഫോർ തീറ്റ. സോ 68.95 ഡിഗ്രിയിൽ ഈ ഒരു ലാഡർ പ്ലേസ് ചെയ്താലാണ് ദിസ് ലാഡർ വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, സോ ക്ലിയർ അല്ലേ? ഇപ്പോൾ ലാഡറിൻ്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ജസ്റ്റ് അപ്ലൈ ദി ഇക്വിലിബ്രിയം ഇക്വേഷൻസ്, ഏതൊക്കെ ഫോഴ്സസ് ആണെന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, ഫോഴ്സസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക, ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. സോ യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദി ആൻസർ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂസ് ചിലപ്പോൾ നിങ്ങൾക്ക് സ്മൂത്ത് എന്ന് പറഞ്ഞു തരാം. ഓക്കെ, സ്മൂത്ത് വോൾ ഇസ് സ്മൂത്ത് എന്നോ അല്ലെങ്കിൽ ഫ്ലോർ ഇസ് സ്മൂത്ത് എന്നോ പറഞ്ഞു തരുവാണെങ്കിൽ ഇവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് എടുക്കണ്ട. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ നെക്സ്റ്റ് question 6 ഇത് May 2019 question papers ആണ്. Okay, so with the help of sketches explain how forces involved in lifting of a body by a wedge are analyzed. Already discuss ചെയ്ത question ആയിരുന്നു. This was our first question. Okay, in December 2019. So same question ആണ്. Again, next question. Find the reaction at support A hinged, B roller. Okay, suppose നമുക്കിങ്ങനെ hinged എന്നോ റോളർ എന്നോ ക്വസ്റ്റ്യനിൽ തരത്തില്ലായിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, ജസ്റ്റ് ഈ ഫിഗർ കാണിക്കത്തേ ഉള്ളായിരിക്കും. ഓക്കെ, സോ ഇത് റോളറാണെന്നും അതുപോലെ ഇത് ഹിഞ്ച്ഡ് ആണെന്നും ഇവിടെ നിങ്ങൾക്ക് ഒരു പോയിന്റ് ഇങ്ങനെ കാണാം. ഓക്കെ, ഇത് ഹിഞ്ച്ഡ് ആണെന്നും മനസ്സിലാക്കുക. ക്ലിയർ? സോ ഹിഞ്ച്ഡ് ആൻഡ് റോളർ. ഓക്കെ, അപ്പോൾ ഇത് തന്നിട്ടുണ്ട്. ഇതിൽ റിയാക്ഷൻസ് എയിലെയും ബിയിലെയും റിയാക്ഷൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ അപ്പോൾ വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. ബിക്കോസ് വി നോ ഹിഞ്ച്ഡ് സപ്പോർട്ട് ആണെങ്കിൽ അവിടെ എന്ത് വരും? ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ റിയാക്ഷൻ വരും. ഓക്കെ, ഇവിടെ പിന്നെ വേർട്ടിക്കൽ ഫോഴ്സസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. വി ക്യാൻ ഓൺലി കൺസിഡർ വി നീഡ് ടു കൺസിഡർ ഓൺലി ദ വേർട്ടിക്കൽ റിയാക്ഷൻ. ഓക്കെ, ആൻഡ് റോളറിൽ നമുക്കറിയാം ദർ ഇസ് ഓൺലി വൺ ആൻഡ് ഓൺലി വേർട്ടിക്കൽ റിയാക്ഷൻ. കാരണം റോളർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് വേർട്ടിക്കൽ ഫോഴ്സ് മാത്രമാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. സോ റോളർ സപ്പോർട്ടിൽ ദർ ഇസ് ഓൺലി വേർട്ടിക്കൽ റിയാക്ഷൻ. ഓക്കെ, സോ റിയാക്ഷൻസ് ഫസ്റ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് 2 റിയാക്ഷൻ ഉണ്ട്, പക്ഷേ ഇത് ഇഗ്നോർ ചെയ്യാം ബിക്കോസ് ദർ ആർ നോ അതർ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദിസ് ബീം. ഓക്കെ, ആൻഡ് ബിയിൽ അഗെയിൻ റോളർ സപ്പോർട്ട്, സിംഗിൾ വേർട്ടിക്കൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇത് RB എന്ന് പറഞ്ഞ് കൊടുക്കാം.
ഓക്കെ. ആൻഡ് ഈ ഫോഴ്സ്, ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് UDL ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് ലോഡ് എപ്പോഴും തരുന്നത് കിലോ ന്യൂട്ടണിലാണ് അല്ലേ. ലോഡ് അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ കിലോ ന്യൂട്ടൺ അല്ലെങ്കിൽ ന്യൂട്ടണിലായിരിക്കും തരുന്നത്. ഇവിടെ UDL ആയിട്ടാണ് തരുന്നത്. അതായത് പെർ മീറ്റർ എത്ര ലോഡാണെന്നാണ് തരുന്നത്. ഓക്കെ, ദറ്റ് ഈസ് 30 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ കിലോ ന്യൂട്ടൺ ലോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ UDL നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ലോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് ഇത് ഏത് ലെങ്തിലാണോ ആക്ട് ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്കായിരിക്കും ഇതിൻ്റെ ഇക്വലൻറ്റ്. ഓക്കെ, അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ സംഭവത്തിന് നമ്മളൊരു പോയിൻറ്റ് സിംഗിൾ ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അത് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ആ ലോഡ് കറക്റ്റ് സെൻറ്ററിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അഗെയിൻ കാരണം ഇത് യൂണിഫോം ആണ്. ഓക്കെ, ആൻഡ് ഈ ലോഡിൻ്റെ വാല്യൂ എത്രയായിരിക്കും? നമുക്ക് തന്നിരിക്കുന്ന UDL ഇൻറ്റു ആ UDL ആക്ട് ചെയ്യുന്ന അത്രയും ഡിസ്റ്റൻസ്. ഓക്കെ, സോ 30 × 6 അതായിരിക്കും ഇവിടെ വരുന്ന ലോഡിൻ്റെ വാല്യൂ. 30 × 6 180 കിലോ ന്യൂട്ടൺ ആയിരിക്കും ഇവിടെ വരുന്ന ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, സോ 30 × 6 180 കിലോ ന്യൂട്ടൺ. അഗെയിൻ ഹിയർ 45 90 RA RB. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? RA ആൻഡ് RB. ബീമിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ബീമാണ്. സിമ്പിൾ ബീം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. നോൺ കൺകറൻറ്റ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. ദറ്റ് ഈസ് സിഗ്മ FX = 0, സിഗ്മ FY = 0, സിഗ്മ M = 0. ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സിഗ്മ FY = 0 ആൻഡ് സിഗ്മ M = 0 ഈ രണ്ട് കണ്ടീഷൻസും അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ സിഗ്മ FV അല്ലെങ്കിൽ FY എന്ന് എഴുതാം. ഓക്കെ, ആസ് പെർ യുവർ കൺവീനിയൻസ്. ആൻഡ് സിഗ്മ M = 0. അഗെയിൻ സിഗ്മ V = 0 എന്ന് പറയുമ്പോൾ വേർട്ടിക്കൽ ഫോഴ്സസ് റിസോൾവ് ചെയ്യുക. അതായത് RA RB രണ്ടും മേളിലേക്കാണ്, സോ പോസിറ്റീവ്. ബാക്കി ഈ 3 ഫോഴ്സും താഴേക്കാണ്, സോ നെഗറ്റീവ്. ഓക്കെ, സോ RA + RB ഇങ്ങനെ കിട്ടും, 3.5 എന്ന് കിട്ടും. ദറ്റ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. അഗെയിൻ സെക്കൻഡ് ഇക്വേഷൻ ഇസ് മൊമെൻറ്റ്. സോ മൊമെൻറ്റ് ഹിഞ്ച്ഡ് സപ്പോർട്ടിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സോ ടേക്കിംഗ് മൊമെൻറ്റ് എബൌട്ട് എക്ക് എബൌട്ടായിട്ട് മൊമെൻറ്റ് എടുക്കുക. സോ RA കൺസിഡർ ചെയ്യേണ്ട ബിക്കോസ് ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ പോയിൻറ്റ് A. ഓക്കെ, സോ ടേക്ക് ഓൾ അതർ ഫോഴ്സസ് ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ഡിസ്റ്റൻസസ്. ഓക്കെ, ആൻഡ് സൈനും കറക്റ്റായിട്ട് എഴുതുക. സോ ഈ 180 എന്ന് പറയുമ്പോൾ ഇതെങ്ങോട്ടേക്കാണ്? ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ 180 × 3. ഓക്കെ, then 45 into this distance. Okay, that is 8 and 90 into 10.5. Again RB ഇങ്ങനെയാണ് അല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ മൈനസ്. സോ RB into ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 12. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ? സോ ഇവിടെ അൺനോൺ ആയിട്ടുള്ളത് RB ആണ്. വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഫോർ RB. RA + RB 3.5 ആണ്. സോ RA കാൽക്കുലേറ്റ് ചെയ്യാലോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സെയിം എക്സ്പ്ലനേഷനും ആണ്. അതായത് ആ ഫസ്റ്റ് പാർട്ടില്ലായിരുന്നു അത് തന്നെ. അതായത് ലാഡറിന് ലെങ്ത് തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഇസ് പ്ലേസ്ഡ് അഗെയിൻസ്റ്റ് എ വാൾ വിത്ത് A at ഫ്ലോർ ലെവൽ ആൻഡ് ബിയോണ്ട് വാൾ. ആംഗിൾ 60 ഡിഗ്രി തന്നെ. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്, വാളിൻ്റെയും അതുപോലെ തന്നെ ഫ്ലോറിൻ്റെയും. ഓക്കെ, പിന്നെ അത് കൂടാതെ തന്നെ ഇറ്റ് ഹാസ് ടു സപ്പോർട്ട് എ മാൻ വെയിങ്. ആ ടോപ്പിൽ 900 ന്യൂട്ടൺ എന്ന് പറഞ്ഞു മാൻ്റെ വെയിറ്റും തന്നിട്ടുണ്ട്. സോ ടു പ്രിവെൻറ്റ് സ്ലിപ്പിംഗ് എ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഹൊറിസോണ്ടലി. ഫൈൻഡ് ദി മിനിമം ഹൊറിസോണ്ടൽ ഫോഴ്സ്. ആ ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ സെയിം കണ്ടീഷൻ തന്നെ. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ സെയിം മെത്തേഡിൽ തന്നെ സോൾവ് ചെയ്യുക. ഇവിടെ ആംഗിൾ ചോദിച്ചിട്ടില്ല. വി ഹാവ് ടു ഫൈൻഡ് ഓൺലി ദി P. അതായത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, സിമിലർ മോഡലിൽ തന്നെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വേരിയസ് സപ്പോർട്ട്സ് ഓഫ് ബീം. ഇത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ. ആൻഡ് അഗെയിൻ നമ്മൾ പറയാൻ പോകുന്നത് ജൂലൈ 2018 പേപ്പേഴ്സാണ്. ഓക്കെ, സോ റോളർ സപ്പോർട്ട് 3 ടൈപ്പ് സപ്പോർട്ടാണ് മെയിനായിട്ടുള്ളത്. റോളർ സപ്പോർട്ട്, പിൻഡ് അല്ലെങ്കിൽ ഹിഞ്ച്ഡ് സപ്പോർട്ട്. ഓക്കെ, ആൻഡ് ഫിക്സ്ഡ് സപ്പോർട്ട്. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ അതായത് ഈ ഒരു ടേബിളിൽ ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, സോ റോളർ സപ്പോർട്ടാണെങ്കിൽ നമുക്കറിയാം അവിടെ ഏത് റിയാക്ഷൻ ആയിരിക്കും ഉള്ളത്? വേർട്ടിക്കൽ റിയാക്ഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞായിരുന്നു. അതായത് ഒരു റോളർ ഷെയർ ആണെങ്കിൽ ആ റോളർ ഷെയർ ഏത് ഫോഴ്സ് മാത്രമാണ് റെസിസ്റ്റ് ചെയ്യുന്നത്? വേർട്ടിക്കൽ ഫോഴ്സാണ്. സോ വേർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു റോളറായിട്ടുള്ള എന്ത് സംഭവം ആയിക്കോട്ടെ അതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് കൊടുത്താൽ അത് ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഈ ഒരു റോളറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ ഇറ്റ് വിൽ റൊട്ടേറ്റ്.
Okay, so it prevents motion in the vertical direction, so it is having a reaction in the vertical direction. So vertical reaction ആണ് അതിനുള്ളത്, and it resists vertical load. Okay, again pinned support എന്ന് പറഞ്ഞാൽ pinned support-ൽ horizontal as well as vertical. Okay, അതായത് pinned support-ൽ അല്ലെങ്കിൽ hinged support-ൽ ആകെ റൊട്ടേഷൻ മാത്രമേ പെർമിറ്റ് ചെയ്യുള്ളൂ. അതായത് ഹൊറിസോണ്ടലും വേർട്ടിക്കലും വരുന്ന ഫോഴ്സസ് റെസിസ്റ്റ് ചെയ്യാണ്. സോ ഏത് ഫോഴ്സാണോ റെസിസ്റ്റ് ചെയ്യുന്നത് അവിടെ റിയാക്ഷൻസ് ഉണ്ടാകും. സോ ഹൊറിസോണ്ടലും അതുപോലെ വേർട്ടിക്കലും റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ റിയാക്ഷൻ ഫോഴ്സ് വിൽ ബി ദെയർ ആൻഡ് റെസിസ്റ്റിംഗ് ലോഡ് ഇസ് ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ലോഡ്സ്. ഫിക്സ്ഡ് സപ്പോർട്ട് നമുക്കറിയാം. ഫിക്സ്ഡ് സപ്പോർട്ട് എന്ന് വെച്ചാൽ ഓക്കെ ഫിക്സ്ഡ് ആയിരിക്കും, അതായത് അതിൽ റൊട്ടേഷൻ പെർമിറ്റ് ചെയ്യില്ല, ഹൊറിസോണ്ടൽ ഫോഴ്സും അതോ vertical force ഒന്നും പെർമിറ്റ് ചെയ്യില്ല. ഓക്കെ, സോ ഇറ്റ് റെസിസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് ലോഡ്സ് ആൻഡ് മൊമെൻറ്റ്. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ റിയാക്ഷൻസ് കാണും? വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആൻഡ് മൊമെൻറ്റ്. ഓക്കെ, എല്ലാം ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഈസ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡ്രൈ ഫ്രിക്ഷൻ. ഓക്കെ, ഡ്രൈ ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സെയിം ആസ് കുളംബ് ഫ്രിക്ഷൻ. സോ ചിലപ്പോൾ കുളംബ് ഫ്രിക്ഷൻ എന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ബോത്ത് ആർ സെയിം. അഗെയിൻ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു മെയിനായിട്ട് പഠിച്ചത്. ദറ്റ് ഇസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, മ്യൂ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ഫൈ ആംഗിൾ ഓഫ് റിപ്പോസ്, ആൽഫ കോൺ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ടേം കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ആ ഒരു ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ദറ്റ് ഇസ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ, എഫ് മാക്സ് പ്രൊപ്പോർഷണൽ ടു ആർ എൻ. സോ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ടുള്ള കോൺസ്റ്റൻ്റ് ആണ് മ്യൂ. Okay, and that mu is known as coefficient of friction, and mu is equal to what? F max by Rn. Rn is equal to F max by mu. Okay, next is angle of friction. Angle of friction എന്ന് വെച്ചാൽ എന്താ? റിസൾട്ട് ഓക്കെ റിയാക്ഷൻ്റെയും അതേപോലെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻഡ് ഇതിൽ റിയാക്ഷൻ അപ്വേർഡ്സ്. സോ ഈ റിയാക്ഷനും ഫ്രിക്ഷൻ്റെയും ഒരു റിസൾട്ടൻ്റ് എടുക്കുകയാണെങ്കിൽ ആ റിസൾട്ടൻറ്റും അതേപോലെ റിയാക്ഷനും മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അതായത് ഈ റിയാക്ഷൻ്റെയും ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും എഫക്റ്റ്, ഓക്കെ കമ്പൈൻഡ് എഫക്റ്റ് ആണ് ഈ റിസൾട്ടൻ്റ് അല്ലേ. സോ ഈ റിസൾട്ടൻറ്റും ഈ റിയാക്ഷൻ അതായത് ഈ വേർട്ടിക്കൽ റിയാക്ഷനും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഓക്കെ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. സോ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ നമുക്ക് ടാൻ തീറ്റ. അപ്പോൾ ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ദറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഫ്രിക്ഷൻ, adjacent side Rn. So F by Rn. Okay, F by Rn, that is mu Rn by Rn, it is equal to mu. Clear? So we can write tan phi is equal to mu. Again angle of repose. Angle of repose എന്ന് വെച്ചാൽ ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ആംഗിളിനെ അല്ല നമ്മൾ ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. പക്ഷേ മനസ്സിലായി, അതായത് മാക്സിമം ഇൻക്ലിനേഷനെയാണ്, അല്ലാതെ ഒരു ഇൻക്ലിനേഷൻ ഏതെങ്കിലും ഒരു ഇൻക്ലിനേഷനെ അല്ല ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദി മാക്സിമം ഇൻക്ലിനേഷൻ. അപ്പോൾ ഏതൊരു ഇൻക്ലിനേഷനിൽ മാക്സിമം ഇൻക്ലിനേഷനിലായാലാണ് ഈ ഒരു ബോഡി ഇവിടെ നിന്ന് താഴേക്ക് സ്ലൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബോഡി കറക്റ്റ് അവിടെ റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു ഫ്രിക്ഷനെയാണ് മാക്സിമം ഇൻക്ലിനേഷൻ, ആ ഒരു ഇൻക്ലിനേഷനെയാണ് ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കോൺ ഓഫ് ഫ്രിക്ഷൻ. കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു റിയാക്ഷന് എബൌട്ടായിട്ട് റിസൾട്ടൻറ്റിനെ റൊട്ടേറ്റ് ചെയ്യുക 360 ഡിഗ്രി. സോ ഇറ്റ് ഫോംസ് എ കോൺ. ഓക്കെ, സോ ഈ കോണിനെയാണ് കോൺ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദി സപ്പോർട്ട് റിയാക്ഷൻ ഫോർ ദി ബീം. സോ ഈ ബീമിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻ അഗെയിൻ ഇതിന് കുറച്ച് ഇതിലുള്ള കുറച്ച് ഡിഫറൻസസ് നമ്മൾ നോർമൽ ചെയ്തതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതായത് ഇവിടെ ഒരു ഓവർ ഹാങ്ങിങ് ബീമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൽ എങ്ങനെയായിരുന്നു? സിമ്പിൾ സപ്പോർട്ട്, അതായത് രണ്ട് സൈഡും സപ്പോർട്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. ആൻഡ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ദർ ഇസ് എ ഡിഫറൻസ്, അതായത് ഒരു ഓവർ ഹാങ്ങിങ് ബീമാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ ബി കഴിഞ്ഞ് അതായത് ഈ ഒരു സപ്പോർട്ട് കഴിഞ്ഞ് കുറച്ച് ഓവർ ഹാങ് ചെയ്ത് നിൽപ്പുണ്ട്. അഗെയിൻ ഇവിടെ ഒരു മൊമെൻ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ്. സോ എല്ലാ ടൈപ്പ് ഫോഴ്സസും അതുപോലെ തന്നെ ഇത്. ഓക്കെ, ഇത് നിങ്ങൾ ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ് വിത്ത് ഇൻക്ലൈൻഡ് ലോഡ്. ഇത് ഇൻക്ലൈൻഡ് ലോഡ് അല്ല കേട്ടോ. ഓക്കെ, ഇത് ഇവർ ഈ ഒരു UDL, ഓക്കെ UDL ഇങ്ങനെയും കാണിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയും കാണിക്കാം. ഓക്കെ, സോ ഈ ഒരു UDLൻ്റെ വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ് ഫോർ ഓക്കെ
ഇൻക്ലൈൻഡ് ലോഡ്, അതായത് 30 കിലോ ന്യൂട്ടൺ പോലെ ഇൻക്ലൈൻഡ് ആയിട്ടല്ല തന്നിരിക്കുന്നത്. ഇത് ഈ ഒരു യു ഡി എല്ലിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എന്തൊക്കെ മാർക്ക് ചെയ്യണം? നമുക്കറിയാം ഇത് സിമ്പിൾ സപ്പോർട്ടാണ്. സോ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ റിയാക്ഷൻ. ഓക്കെ, ദെൻ ഇവിടെ ഓൾറെഡി ബി ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അഗെയിൻ ഈ ഫോഴ്സസിനെ ഇതിനെ നമ്മൾ ഇനി ഈക്വലൻ്റ് യു ഡി എൽ ആക്കുക, ഈക്വലൻ്റ് ലോഡ് ആക്കുക. സോ യു ഡി എൽ 20 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കും ഈക്വലൻ്റ് ലോഡ്. അപ്പോൾ ഈ 20 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? 2. സോ 20 ഇൻറ്റു 2 40 കിലോ ന്യൂട്ടൺ ആയിരിക്കും ഇതിൻ്റെ. ഓക്കെ, ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് 40 കിലോ ന്യൂട്ടൺ എന്ന് എഴുതാം. ആൻഡ് ദാറ്റ് വിൽ ബി ആക്ടിങ് അറ്റ് ദിസ് സെൻറ്റർ. ഓക്കെ, സോ 2 മീറ്ററിൽ, അതായത് 1 മീറ്റർ, ഇത് 1 മീറ്റർ, ഇതും 1 മീറ്റർ. അഗെയിൻ ഈ 30 കിലോ ന്യൂട്ടണിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. 30 sin 45 ആൻഡ് 30 cos 45. ഓക്കെ, അഗെയിൻ ഇവിടെ ഒരു മൊമെൻറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് ദിസ് മൊമെൻറ്റ് ഇസ് ക്ലോക്ക് വൈസ് മൊമെൻറ്റ്, 40 കിലോ ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0, മൊമെൻറ്റ് ഈക്വൽ ടു 0. ഓക്കെ, ഈ 3 ഇക്വേഷൻസും അപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് സിഗ്മ എഫ് വി അല്ലെങ്കിൽ എഫ് എക്സ് ഈക്വൽ ടു 0, അതായത് ഇവിടെ ആർ എ വി ആർ ബി. ഓക്കെ, ആർ എ വി ആർ ബി, പിന്നെ 30 sin 45 40. ഓക്കെ, അതിൻ്റെ സൈൻസ് അപ്ലൈ ചെയ്ത് സൈൻ കൺവെൻഷൻ ചെയ്തിട്ട് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. അഗെയിൻ ആർ എച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മ് 0 ആയിട്ട് എടുക്കുക. അപ്പോൾ ആർ എ എച്ച് ഉണ്ട്, 30 cos 45 ഉണ്ട്. സോ ഇവിടെ നമുക്ക് ആർ എ എച്ചിൻ്റെ വാല്യൂ കിട്ടും. റൈറ്റ്, ആർ എ എച്ചിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സോ വി ഗെറ്റ് ദ വാല്യൂ ഫോർ ആർ എ എച്ച്. ആൻഡ് അഗെയിൻ മൊമെൻറ്റ് 0 ആയിട്ട് എടുക്കുക. സോ മൊമെൻറ്റ് 0 ആയിട്ട് എടുക്കാൻ നേരത്തെ ഈ രണ്ട് ഫോഴ്സസും ഇഗ്നോർ ചെയ്യാം. ഓക്കെ, അഗെയിൻ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഒരു മൊമെൻറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ മൊമെൻറ്റ് എന്തായിട്ട് എടുക്കാം? ഇത് ഏത് ഡയറക്ഷനാണെന്ന് നോക്കുക, ക്ലോക്ക് വൈസ് ആണ്. സോ ഈ മൊമെൻറ്റ് ആസ് ഇറ്റ് ഇസ് 40 എന്ന് പറഞ്ഞെടുക്കുക. ഓക്കെ, ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പോസിറ്റീവ്. സോ 40. അഗെയിൻ 30 sin 45 എങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നത്? ഡൗൺവേർഡ്. ആൻഡ് ഡിസ്റ്റൻസ് ഇസ് 5 മീറ്റർ. സോ 30 sin 45, ഇപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, സോ 30 sin 45 ഇൻറ്റു 5. അഗെയിൻ ആർ ബി ഇൻറ്റു 6. ഓക്കെ, സോ മൈനസ് ആർ ബി ഇൻറ്റു 6 അല്ലേ, മൈനസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് മൈനസ്. അഗെയിൻ 40 ഇൻറ്റു 7. ഓക്കെ, ഇങ്ങനെ ഓവർ ഹാങ് ആയെന്ന് പറഞ്ഞാൽ വലിയ ഡിഫറൻസ് ഇല്ല, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. സോ 40 ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്, ദറ്റ് ഇസ് 3 + 5 6. ദെൻ ഇവിടെ ഒരു 1 മീറ്റർ, സോ 7. അവിടെ നമുക്ക് ആർ ബി ആണ് ഇവിടെ അൺനോൺ ആയിട്ടുള്ളത്, ആർ ബി കിട്ടും. സോ ആർ ബി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആർ എ വി കിട്ടും. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്തൊക്കെ വാല്യൂസ് കിട്ടി? ആർ ബി കിട്ടി, ആർ എ എച്ച്, ആർ എ വി. അഗെയിൻ നമുക്ക് ഇതിനെ ഒരു വെർട്ടിക്കൽ അതായത് റിയാക്ഷൻ അറ്റ് എ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ റിസൾട്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ആർ എ എച്ചിൻ്റെ ആർ എ ബിയുടെയും. ഓക്കെ, ആ റിസൾട്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ √ സിഗ്മ ആർ എ എച്ച് സ്ക്വയർ പ്ലസ് ആർ എ വി സ്ക്വയർ. Okay, so we are getting like this. Again inclination calculate ചെയ്യാൻ സിഗ്മ ആർ എ വെർട്ടിക്കൽ ബൈ ഹൊറിസോണ്ടൽ tan ഇൻവേഴ്സ് ചെയ്യാൻ നേരത്ത് ഇൻക്ലിനേഷനും കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദി ഫോഴ്സ് ബി റിക്വയർഡ് ടു മൂവ് ദി വെഡ്ജ് ഡൗൺവേർഡ്സ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ വെഡ്ജിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് അധികം ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, മിനിമൽ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് ഡിറ്റർമൈൻ, ഈ ഫോഴ്സ് ആണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ടു മൂവ് ദി വെഡ്ജ്. സോ ഇവിടെ ഏതാ വെഡ്ജ് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ദിസ് ഈസ് ദി വെഡ്ജ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ട്രപ്പിസോയിഡൽ അല്ലെങ്കിൽ ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ ഉള്ളതാണ് വെഡ്ജ്. ഓക്കെ, സോ ഇതാണ് ഇവിടെ വെഡ്ജ്. അതായത് ഈ ഒരു വെഡ്ജ് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യാൻ നേരത്തെ എന്ത് പറ്റും? ഈ ഒരു ബ്ലോക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. റൈറ്റ്, ഇതിങ്ങനെ വരാൻ നേരത്തെ ഇത് മൂവ് ചെയ്യും. സോ വി ഹാവ് ടു ഡിറ്റർമൈൻ ദി ഫോഴ്സ് പി. ഓക്കെ, ടു മൂവ് ദി വെഡ്ജ്. അപ്പോൾ ഈ വെഡ്ജ് താഴേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ഫോഴ്സാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ആകെ തന്നിരിക്കുന്ന ഡീറ്റെയിൽ, ഇതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, ഇവിടെ നിന്നൊരു ഫോഴ്സ്, അഡീഷണൽ ഫോഴ്സ് ഉണ്ട്, ആൻഡ് ഈ ഒരു ഇതിൻ്റെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു ആംഗിൾ തന്നിട്ടുണ്ട്. അഗെയിൻ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ഇത് കൂടാതെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കൂടെ തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമുക്കറിയാം ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ദാറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് വിത്ത് ദ റിയാക്ഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ ഈ ഒരു ബ്ലോക്ക് ആണെങ്കിൽ ഈ ബ്ലോക്കിൻ്റെ റിയാക്ഷനും അതേപോലെ റിസൾട്ടൻറ്റും. ഓക്കെ, അതായത് റിയാക്ഷൻ്റെയും ഫ്രിക്ഷൻ്റെയും റിസൾട്ടൻറ്റും മേക്ക് ചെയ്യുന്ന
ഓക്കെ, അതായത് ഇങ്ങനെ ഒരു ബ്ലോക്ക്, സോ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, ഈ ബ്ലോക്ക് നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത്, സോ ഇത് ഫ്രിക്ഷൻ, റൈറ്റ്. സോ ഈ ഫ്രിക്ഷനും ഈ റിയാക്ഷനും, ഓക്കെ, ഫ്രിക്ഷനും റിയാക്ഷനും അതിൻ്റെ റിസൾട്ടൻറ്റ്, ഇത് റിയാക്ഷൻ, ഫ്രിക്ഷൻ, സോ ഇതിൻ്റെ റിസൾട്ടൻ്റ് ആക്ട്, ഈ റിസൾട്ടൻറ്റും വേർട്ടിക്കലും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ഫൈൻ. സോ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അതായത് അപ്പോൾ എങ്ങനെ ചെയ്യും നോക്കാം. കാരണം ഇവിടെ വേറെ മ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടില്ല. മ്യൂവിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിക്ഷൻ ഫോഴ്സ് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നോക്കാം. സോ ഇവിടെ ഇങ്ങനെയായിരിക്കും റിയാക്ഷൻ, ഈ ഒരു ബ്ലോക്കിൻ്റെ റിയാക്ഷൻ മേളിലേക്ക്. ഓക്കെ, അഗെയിൻ ഈ ഒരു സർഫസ് ഉണ്ട് അഗെയിൻ, അല്ലേ, ഇവിടുത്തെ റിയാക്ഷൻ എങ്ങനെയിട്ടായിരിക്കും ഇങ്ങോട്ട് അഗെയിൻ. അപ്പോൾ ഇത് രണ്ടുമാണ് അതായത് ഈ ഒരു ബ്ലോക്ക് കൺസിഡർ ചെയ്യാൻ നേരത്തെ ഈ ബ്ലോക്കിൻ്റെ ഒരു സർഫസ് ഇതും ഒരു സർഫസ് ഇതുമാണ്. അപ്പോൾ ഈ രണ്ട് റിയാക്ഷൻസ് ആണ് ഈ ബ്ലോക്കിൽ വരുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ ഈ വെഡ്ജ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ വെഡ്ജിൽ ഇങ്ങോട്ട്, അതായത് ഈ ബ്ലോക്കിൽ നിന്ന് ഇങ്ങോട്ടേക്കൊരു റിയാക്ഷൻ വരും. അതേപോലെ തന്നെ ഈ വെഡ്ജ് ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയിനിലാണ് വെച്ചിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു റിയാക്ഷൻ വരും. സോ ഈ 4 സർഫസസ് ആണുള്ളത്, അല്ലേ, അതായത് ഒരു സർഫസ് ഇത്, ഒരു സർഫസ് ഇത്, ഇത്. ഓക്കെ, അപ്പം ഇങ്ങനെ 3 സർഫസ് ആണുള്ളത്. ആൻഡ് ഓക്കെ, ഈ ഒരു ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ റിയാക്ഷനും വരും. അതേപോലെ വെഡ്ജ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വെഡ്ജിലേക്ക് ബ്ലോക്കിൽ നിന്നുള്ള റിയാക്ഷനും അതുപോലെ ഈ സർഫസിൽ നിന്നുള്ള റിയാക്ഷനും വരും. ഓക്കെ, ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഫ്രിക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കണം. ഓക്കെ, സോ ഫ്രിക്ഷനും റിയാക്ഷനും ഓക്കെ അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ടൻറ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ റിസൾട്ടൻറ്റും റിസൾട്ടൻറ്റും റിയാക്ഷനും മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. സോ ഇവിടെ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും, ഇങ്ങോട്ടേക്കായിരിക്കും. റീസൺ എന്താ, ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കാൻ നേരത്തെ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട് ഇങ്ങോട്ട്, അപ്പോൾ ഫ്രിക്ഷൻ ചിലപ്പോൾ ഓക്കെ, സോ യു മേ ടേക്ക് ലൈക്ക് ദിസ്. ഇപ്പം ഇങ്ങനെ ഒരു ഫോഴ്സ് അല്ലേ ഉള്ളത്, സോ ഫ്രിക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. അങ്ങനെ എടുക്കരുത്. ഓക്കെ, അത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് മനഃപൂർവ്വം തന്നിരിക്കുന്നതാണ്. ഓക്കെ, കാരണം ഇങ്ങനെ ഒരു വെഡ്ജ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു ബ്ലോക്ക് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, ഇങ്ങോട്ട്, അല്ലേ. അതായത് ഈ വെഡ്ജ് ഇങ്ങനെ ഇപ്പോൾ താഴേക്ക് എത്താൻ നേരത്തെ എന്ത് പറ്റും, ഈ ഒരു ബോഡി ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും, ഈ ഡയറക്ഷൻ. ഓക്കെ, സോ ഫ്രിക്ഷൻ ഇൻ ദിസ് ഡയറക്ഷൻ. അഗെയിൻ ഇവിടെ ഫ്രിക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും, അതായത് ഈ ഒരു വെഡ്ജ് ഓക്കെ ഈ ഒരു സർഫസിന് അലോങ് ആയിട്ട് അപ്പോൾ വെഡ്ജ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ഈ ഡയറക്ഷൻ. ഓക്കെ, അതായത് ഇങ്ങനെ വെഡ്ജ് വരുന്നു. ഓക്കെ, ആൻഡ് ഇത് ബ്ലോക്ക്. സോ വെഡ്ജ് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ ഈ ഒരു സർഫസിന് അലോങ് ആയിട്ട് ഈ ഒരു ബ്ലോക്ക് എങ്ങോട്ടേക്കായിരിക്കും, അപ്വേർഡ്സ് ആയിരിക്കും മൂവ് ചെയ്യുന്നത്, അല്ലേ. സോ അങ്ങനെ അപ്വേർഡ് മൂവ് ചെയ്യാൻ നേരത്തെ എങ്ങോട്ടേക്കായിരിക്കും ഫ്രിക്ഷൻ, ഡൗൺവേർഡ്. അഗെയിൻ നമ്മൾ ഈ ഒരു വെഡ്ജ് എടുക്കാൻ നേരത്ത് വെഡ്ജിലേക്ക് വെഡ്ജ് താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ ഫ്രിക്ഷൻ മേളിലേക്ക്. അതേപോലെ ഈ സർഫസിലും വെഡ്ജ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ ഫ്രിക്ഷൻ ഇങ്ങോട്ടേക്ക്. സോ നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സും മാർക്ക് ചെയ്തു, റിയാക്ഷനും മാർക്ക് ചെയ്തു. നമുക്കറിയാം ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻറ്റ്, അഗെയിൻ റിസൾട്ടൻറ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ റിസൾട്ടൻറ്റ് മാർക്ക് ചെയ്യുന്നത് എളുപ്പമാണ്, കാരണം ഈ ഫോഴ്സ് ഇങ്ങോട്ട്, ഈ റിയാക്ഷൻ ഇങ്ങോട്ട്, സോ റിസൾട്ടൻറ്റും ഇങ്ങോട്ട്. ഓക്കെ, അഗെയിൻ ഇവിടെ എങ്ങോട്ടേക്കായിരിക്കും റിസൾട്ടൻറ്റ്, ഇങ്ങനെ പുറത്തേക്ക്. ഓക്കെ, അതേപോലെ ഇവിടെ എഫ് ഇങ്ങോട്ട്, ആർ എൻ ഇങ്ങോട്ട്, സോ റിയാക്ഷൻ ഇങ്ങോട്ടേക്കാം, റിസൾട്ടൻറ്റ് ഇങ്ങോട്ടേക്കാം. അഗെയിൻ ഇവിടെ ആർ എൻ ഇങ്ങനെ, ഫ്രിക്ഷൻ ഇങ്ങോട്ട്. ഓക്കെ, സോ ഇൻവേർട്സ് ആയിരിക്കും റിസൾട്ടൻറ്റ്. സോ നമുക്കറിയാം അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി റിസൾട്ടൻറ്റ് ആൻഡ് ദി റിയാക്ഷൻ. സോ ആംഗിൾ മാർക്ക് ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ബ്ലോക്ക് മാത്രം എടുക്കാം. സോ ഈ ബ്ലോക്ക് മാത്രം എടുക്കാൻ നേരത്ത് ഓക്കെ ബ്ലോക്കിലെ റിയാക്ഷൻ ദെൻ റിസൾട്ടൻറ്റ് ഇത് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ദാറ്റ് ഇസ് 15 ഡിഗ്രിയാണ്. ഓക്കെ, അഗെയിൻ ഇവിടെയും നമ്മൾ നോക്കാൻ നേരത്ത് ഇതാണ് റിയാക്ഷൻ, അല്ല ഇങ്ങോട്ടാണ് റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത്, ഇതാണ് റിസൾട്ടൻറ്റ്. സോ റിയാക്ഷനും റിസൾട്ടൻറ്റും മേക്ക് ചെയ്യുന്ന ആംഗിൾ 15 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ബ്ലോക്ക് എടുക്കുക, ഈ ബ്ലോക്കിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. 2 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആണുള്ളത്. Fy = 0, Fx = 0. Fy എന്ന് വെച്ചാൽ വേർട്ടിക്കൽ ഫോഴ്സസ് എടുക്കുക. അപ്പോൾ ഇവിടെ ഏതൊക്കെ വേർട്ടിക്കൽ ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ റിയാക്ഷൻ എടുക്കരുത്. ഓക്കെ, റിയാക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ റിയാക്ഷനെയും
ഇങ്ങനൊരു റിയാക്ഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനൊരു ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു. ഇതിനെ രണ്ടിനെയും നമ്മൾ റീപ്ലേസ് ചെയ്തു. എന്തുകൊണ്ട്? ഈ റിസൾട്ടൻ്റ് കൊണ്ട്. ഓക്കെ, അതായത് ഈ ഒരു റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ എഫക്റ്റാണ് ഈ റിസൾട്ടൻറ്റിൽ കൂടെ കാണിക്കുന്നത്. സോ ആ ഒരു ഒറ്റ റിസൾട്ടൻ്റ് മാത്രം മതി. ഓക്കെ, അല്ലാതെ നമ്മൾ ഈ ഇവിടെ ഫ്രിക്ഷനും റിയാക്ഷനും പിന്നീട് എഴുതേണ്ട ആവശ്യമില്ല. സോ വി ക്യാൻ ടേക്ക് ദിസ് ആർ ലൈക്ക് ദിസ്. സോ ഇത് നമുക്കിവിടെ R1 എന്ന് എടുക്കാം ആൻഡ് ഇത് R2 എന്ന് എടുക്കാം. ഓക്കെ, ഇത് ഫസ്റ്റ് സർഫസ് ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് സർഫസ്. സോ R1 ആൻഡ് R2 എന്ന് എടുക്കാം. ഓക്കെ, സോ ഇവിടെ എങ്ങനെ വരും? വെർട്ടിക്കൽ ഫോഴ്സസ് എടുക്കാൻ നേരത്ത് R1 cos 15, അത് മേളിലേക്ക് പോസിറ്റീവ്, സോ പ്ലസ് R1 cos 15. അഗെയിൻ R2, ഇത് R2 ആണെങ്കിൽ R2 sin 15. സോ താഴേക്കാണ് മൈനസ് R2 sin 15. ഓക്കെ, ഇത് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ വരും. ഓക്കെ, ഇത് R1 cos 15 ആൻഡ് ദിസ് ഇസ് R2 sin 15. ഓക്കെ, ആൻഡ് അഗെയിൻ ഒരു 100 കിലോ ന്യൂട്ടൺ ഉണ്ട്, ദറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. സോ നെഗറ്റീവ്. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. അഗെയിൻ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയാൻ നേരത്തെ എന്താ? സെക്കൻഡ് ഇക്വേഷനിൽ ഓക്കെ, ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒന്ന് ഇത്, ദെൻ ആറിൻ്റെ കമ്പോണൻറ്റ് R1 sin 15. ഓക്കെ, അഗെയിൻ R2ൻ്റെ കമ്പോണൻറ്റ്. ഓക്കെ, സോറി, R2ൻ്റെ കമ്പോണൻറ്റ്. സോ R2ൻ്റെ കോസ് കമ്പോണൻറ്റ് R2 cos 15. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ലെഫ്റ്റിലേക്കുള്ളത് നെഗറ്റീവും റൈറ്റിൽ പോസിറ്റീവും ആയിട്ട് എടുക്കുക. ഓക്കെ, സോ വി ആർ ഗെറ്റിംഗ് ലൈക്ക് ദിസ് R2 cos 15 മൈനസ് R1 sin 15 മൈനസ് 2.5 ഈക്വൽ ടു 0. ഇത് രണ്ടും സോൾവ് ചെയ്യാൻ നേരത്ത് നമുക്ക് R1ഉം R2ഉം വാല്യൂ കിട്ടും. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് അത് കുറച്ച് ടൈം എടുക്കുമായിരിക്കും, കാരണം ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് സോൾവ് ചെയ്യാൻ. ഓക്കെ, അത് സ്പീഡുള്ളവർ അങ്ങനെ ചെയ്യുക, അല്ലാത്തവർ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ നിങ്ങളുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡയറക്റ്റ് നിങ്ങൾ വാല്യൂസ്, അതായത് ഈ cos 15 sin 15 100 എന്നൊക്കെ ഇട്ട് കൊടുത്താൽ അത് ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്. ഓക്കെ, ആൻഡ് ഫൈൻഡ് ഇറ്റ്. സോ ഇക്വേഷൻസ് അങ്ങനെ നിങ്ങൾ കുറേ ടൈം വേസ്റ്റ് ആവേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, സോ സോൾവിങ് ഒക്കെ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ, സോ ഓരോ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ അനുസരിച്ച് ഇക്വേഷൻസ് നമ്മൾ കൊടുക്കേണ്ട അത് മാറും. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളത് ഒന്നെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു 75 ഡിഗ്രി ആംഗിൾ തന്നിട്ടുണ്ടല്ലേ. സോ അതായത് ഇങ്ങനെയാണ്, ഇതാണ് 75 ഡിഗ്രി ആംഗിൾ, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇത് 75 ഡിഗ്രി ആംഗിൾ ആണെങ്കിൽ ഇതിൻ്റെ ഇൻക്ലിനേഷൻ എത്രയായിരിക്കും? വാട്ട് വിൽ ബി ദിസ്? 15 ഡിഗ്രി. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം 15 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. അതായത് ഇതിനെ ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്തത് ഇങ്ങനെ വെച്ചേക്കാം. ഓക്കെ, അതായത് ഈ ഒരു സംഭവത്തിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ ഈ ആംഗിൾ 15 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വേർട്ടിക്കലും അതേപോലെ റിസൾട്ടൻറ്റും, ഓക്കെ, ഇതിൻ്റെ വേർട്ടിക്കലും അതുപോലെ റിയാക്ഷനും, ഐ മീൻ ലൈക്ക് ദിസ്. ഓക്കെ, ഇതിൽ നിന്നുള്ള റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും അല്ലേ, ആൻഡ് ഇതിൻ്റെ ഇങ്ങനെ. സോ ഈ ആംഗിളും എത്രയായിരിക്കും? 15 ഡിഗ്രി. ഓക്കെ, ദാറ്റ് ഇസ് ദിസ് ആംഗിൾ. ഈ ആംഗിളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ആംഗിൾ എത്രയാണ്? 15 ഡിഗ്രി. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? അഗെയിൻ, സോ ആ 15 ഡിഗ്രി നമുക്ക് കിട്ടി. ആൻഡ് ഇതും നമുക്ക് അറിയാം, അതായത് ഈ റിയാക്ഷനും ഓക്കെ റിസൾട്ടൻ്റ് മേക്ക് ചെയ്യുന്ന ആംഗിളും എത്രയാണ്? 15 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈ ഒരു വെഡ്ജിൻ്റെ പോർഷൻ എടുക്കുക. സോ വെഡ്ജിൻ്റെ പോർഷൻ ഞാൻ എടുത്തത് വരച്ചിരിക്കുകയാണ്. സോ വെഡ്ജിൻ്റെ പോർഷൻ എടുക്കാൻ നേരത്തെ നമുക്കറിയാം ഇങ്ങനെ ഒരു റിയാക്ഷൻ ഇവിടെ ആക്ട് ചെയ്യും ആൻഡ് ഇവിടെ ഒരു ഫ്രിക്ഷനും വരുമായിരുന്നു. അതാണ് ഈ റിസൾട്ടൻ്റ് ഇങ്ങനെ വന്നത്. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ റിയാക്ഷൻ, ഓക്കെ, സോ പെർപെൻഡിക്കുലർ റിയാക്ഷൻ ഉണ്ടായിരുന്നു ആൻഡ് ഇത് റിസൾട്ടൻ്റ് ആംഗിളാണ് 15 ഡിഗ്രി. ഓക്കെ, സോ ഞാൻ ആംഗിൾസ് മാർക്ക് ചെയ്തു. അഗെയിൻ ഈ ഒരു ആംഗിൾ നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു, ആ 75യുടെ ബാക്കി 15 വരും. സോ ഇത് 15 ആണെങ്കിൽ ഇവിടെയും എന്തായിരിക്കും? 15 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, അഗെയിൻ ഈ ഒരു വെഡ്ജും നമ്മൾ സെയിം തന്നെ സിമിലറായിട്ട് FX ആൻഡ് FY കാൽക്കുലേറ്റ് ചെയ്യുക. FX എടുക്കാൻ നേരത്ത്
ഓക്കെ, ഈ ആംഗിൾ 30 ഡിഗ്രി വരും അല്ലേ. സോ ആർ, ഇത് R2 എന്ന് എടുക്കുക ആൻഡ് ഇത് R3 എന്ന് എടുക്കുക. ഓക്കെ, ഈ R2 നമുക്ക് ഓൾറെഡി കിട്ടിയതാണ് കേട്ടോ. സോ R2 ഇവിടെ എങ്ങനെ വരും? R2 cos 15. ഓക്കെ, ആൻഡ് ഇവിടെ R3 രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. R3 cos 30 രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ നമുക്ക് R3യുടെ വാല്യൂ കിട്ടും. ക്ലിയർ? അഗെയിൻ Fy = 0 ചെയ്യാൻ നേരത്ത് ഇവിടെ എന്താ ഉള്ളത്? അൺനോൺ ആയിട്ട് P മാത്രമാണുള്ളത്. ഓക്കെ, അതായത് വേർട്ടിക്കൽ ഫോഴ്സസ് ഏതൊക്കെ വരുന്നത്? വേർട്ടിക്കൽ ഫോഴ്സസ് P വരും, പിന്നെ ആറിൻ്റെ വേർട്ടിക്കൽ കമ്പോണൻറ്റ്, R2ൻ്റെ വേർട്ടിക്കൽ കമ്പോണൻറ്റ്, R3യുടെ വേർട്ടിക്കൽ കമ്പോണൻറ്റ്. ഓക്കെ, സോ സോൾവ് ചെയ്യാൻ നേരത്ത് യു വിൽ ഗെറ്റ് ദി ആൻസർ ലൈക്ക് ദിസ്. ഇവിടെ അൺനോൺ ആയിട്ട് P മാത്രമേ ഉള്ളൂ. സോ Pയുടെ വാല്യൂ കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? So thank you, and this is my official channel. Please subscribe. Okay, thank you.